ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ദിവസം 4 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്, 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അത് മൂന്നും കൂടെ ഒരാഴ്ച കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം, അതും ടോപ്പിക് വൈസ് ആയിട്ട്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും അത് ലൈവാണ് കേട്ടോ. അപ്പോൾ 2 ലൈവ്, 2 റെക്കോർഡഡ്, അങ്ങനെ 4 ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ ക്ലാസ് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോൾസ്, അതുപോലെ തന്നെ എക്സ്ട്രാ PDF, മുൻവർഷ ചോദ്യങ്ങളുടെ PDF, ഇതെല്ലാം നമ്മൾ ടെലിഗ്രാം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് അവിടെ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞൊരു ഓർഡറിലാണ് ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കണ്ട് കറക്റ്റായിട്ട് തുടക്കം മുതലേ ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ധനകാര്യ കമ്മീഷൻ ഇപ്പോൾ നടക്കുന്ന എല്ലാ പരീക്ഷകളിലും ഒരു ചോദ്യം ധനകാര്യ കമ്മീഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ശ്രദ്ധിച്ചിരിക്കുക, നോട്ട്ബുക്കും പെന്നും റെഡിയാക്കി വയ്ക്കുക, നോട്ട് റെഡിയാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം 12. ഭാഗം 12 ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? ആർട്ടിക്കിൾ 280. അപ്പോൾ ഭാഗം 12 ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഏതു വിഭാഗത്തിൽ പെടുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. എന്താണ് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ക്വാസി ജുഡീഷ്യൽ ബോഡി? മലയാളത്തിൽ എന്താ പറയുക? അർദ്ധ നീതിന്യായ സംവിധാനം എന്ന് നമുക്ക് പറയാം. അപ്പോൾ അർദ്ധ നീതിന്യായ സംവിധാനം എന്ന് പറയാൻ കാരണം നമ്മൾ പറഞ്ഞു, കോടതിയുടേതുപോലുള്ള ചില അധികാരങ്ങൾ അല്ലെ, കോടതിയുടെ മുഴുവനായിട്ടുള്ള അധികാരമല്ല, കുറച്ച് അധികാരങ്ങൾ, അതുകൊണ്ടാണ് അർദ്ധ നീതിന്യായം എന്ന് പറയുന്നത് അല്ലെ. ക്വാസി ജുഡീഷ്യൽ ബോഡി, കോടതിയുടെ പോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്താനും വിചാരണ നടത്താനും ഒക്കെയുള്ള ഒരു അധികാരം ധനകാര്യ കമ്മീഷനുണ്ട്. അതുകൊണ്ടാണ് അതിനെ ക്വാസി ജുഡീഷ്യൽ ബോഡി അല്ലെങ്കിൽ അർദ്ധ നീതിന്യായ സംവിധാനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ഭരണഘടനാ സ്ഥാപനമാണ് ഏത്? ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആരാ? നമ്മുടെ പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്. പ്രസിഡന്റ് ആണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. സാധാരണയായിട്ട് എത്ര വർഷം കൂടുമ്പോഴാണ് ഒരു ധനകാര്യ കമ്മീഷനെ പുതുതായിട്ട് രൂപീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വർഷം. അതായത് കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 5 വർഷമാണ്. ഓക്കെ, ധനകാര്യ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അംഗങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എത്ര തന്നെയാണ്? 5 തന്നെയാണ്. ഓക്കെ, എത്ര അംഗങ്ങളാണുള്ളത്? ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാലും 5 ആണ്. കാലാവധി ചോദിച്ചു കഴിഞ്ഞാലും എത്ര തന്നെയാണ്? 5 തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ കാലാവധി കഴിഞ്ഞു, 5 വർഷത്തെ കാലാവധി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അംഗങ്ങളെ നിയമിക്കാൻ സാധിക്കുമോ? പുനർനിയമനത്തിന് ഇവർ അർഹരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് പുനർനിയമനം എന്ന് പറയുന്നത് സാധ്യമാണ്. പുനർനിയമനം എന്ന് പറയുന്നത് സാധ്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കാലാവധി കഴിഞ്ഞാലും വീണ്ടും ഇവരെ നിയമിക്കാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ ധനകാര്യ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും എല്ലാം യോഗ്യത തീരുമാനിക്കാൻ ആർക്കാണ് അധികാരം? അല്ലെങ്കിൽ ഭരണഘടന ഇത് ആരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പാർലമെന്റ് കേട്ടോ, പാർലമെന്റിനാണ് ഇവരുടെ യോഗ്യതയെല്ലാം തീരുമാനിക്കുന്നത്. ധനകാര്യ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും യോഗ്യത തീരുമാനിക്കാനായിട്ട് ഭരണഘടന അധികാരപ്പെടുത്തിയിരിക്കുന്ന ആരെയാണ്? പാർലമെന്റിനെയാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവരുടെ യോഗ്യത എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഒരു ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ അംഗങ്ങളാവുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് അഫയേഴ്സ്, പൊതുകാര്യങ്ങളിലെ പ്രവൃത്തി പരിചയമാണ് കേട്ടോ. പൊതുകാര്യങ്ങളിലെ പ്രവൃത്തി പരിചയമാണ് ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും ആവുന്നതിനുള്ള യോഗ്യത. എന്താണ്? പൊതുകാര്യങ്ങളിലെ പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെയർമാന്റെ യോഗ്യത എന്ന് പറയുന്നത് പൊതുകാര്യങ്ങളിലെ പ്രവൃത്തി പരിചയമായിട്ട് പറയാം. ഇനി ബാക്കി 4 അംഗങ്ങളുണ്ട് അല്ലെ. 5 അംഗങ്ങളിൽ ബാക്കി 4 അംഗങ്ങൾക്ക് ചില യോഗ്യതകൾ കൂടി വേണം. എന്തൊക്കെയാണ്? ഒരു ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള വ്യക്തിയോ ആയിരിക്കണം. അപ്പം അതിലൊരു ചെയർമാൻ എന്ന് പറയുന്നത് പൊതുകാര്യങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ള ആളായിരിക്കണം. ഇനി 4 അംഗങ്ങളിൽ ഒന്നാമത്തെ ആള് ഒരു ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയായിരിക്കും ഒരംഗം. ദെൻ രണ്ടാമത്തെ ആള് ധനകാര്യ വിഷയങ്ങളിലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ധനകാര്യ വിഷയങ്ങളിലെല്ലാം പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. ധനകാര്യ വിഷയങ്ങളിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആള് പൊതുഭരണ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും പരിചയമുള്ള വ്യക്തിയായിരിക്കണം. പൊതുഭരണ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും അത്യാവശ്യം നല്ല അറിവുള്ള പരിചയമുള്ള വ്യക്തിയായിരിക്കണം. നാലാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. ഓക്കെ, ഇതാണ് 4 അംഗങ്ങളുടെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പം മൊത്തം 5 അംഗങ്ങളാണ്. അപ്പം അതിൽ ചെയർമാന്റെ യോഗ്യത എന്താണ്? ചെയർമാന്റെ യോഗ്യത എന്ന് എടുത്തു ചോദിച്ചാൽ എന്താണ്? പൊതുകാര്യങ്ങളിലുള്ള പ്രവൃത്തി പരിചയമാണ് ചെയർമാന്റെ യോഗ്യതയായിട്ട് എടുത്തു പറയുന്നത്. ദെൻ ബാക്കിയുള്ള 4 അംഗങ്ങളുടെ യോഗ്യത ഒന്നെന്താണ്? ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാവാനുള്ള യോഗ്യതയുള്ള ആളോ ആയിരിക്കണം. രണ്ടാമത്തെ വ്യക്തി ധനകാര്യ വിഷയങ്ങളിലെല്ലാം നല്ല പ്രത്യേകമായിട്ടുള്ള അറിവുള്ള വ്യക്തിയായിരിക്കണം. മൂന്നാമത്തേത് പൊതുഭരണ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും പരിചയമുള്ള വ്യക്തിയായിരിക്കണം. നാലാമത് സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. ഇങ്ങനെ 4 അംഗങ്ങളും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ യോഗ്യത എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ധനകാര്യ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്? ധനകാര്യ കമ്മീഷന്റെ ചുമതലകളാണ് പറയുന്നത്. ഒന്നാമത്തെ ചുമതല, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, താഴെ തന്നിരിക്കുന്നവയിൽ ധനകാര്യ കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് ഏത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചുമതലകൾ എന്തൊക്കെയാണ്? ഒന്ന്, കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനവും തമ്മിലുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. രണ്ടാമത്തെ പോയിന്റ്, സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട സഹായ ഗ്രാന്റുകളുടെ അടിസ്ഥാനം, സഹായ ഗ്രാന്റുകളുടെ അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട സഹായ ഗ്രാന്റുകൾ, അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള വസ്തുതകൾ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ കമ്മീഷനാണ്. ദെൻ മൂന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകേണ്ട വിഹിതത്തെക്കുറിച്ചുള്ള അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും, CFI എന്താണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും ആർക്കൊക്കെ? പഞ്ചായത്തുകൾക്കും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾക്കും നൽകേണ്ട വിഹിതത്തെക്കുറിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. ദെൻ നാലാമത്തെ ചുമതല എന്ന് പറയുന്നത് ധനകാര്യ വിഷയങ്ങളിൽ പ്രസിഡന്റ് കാലാകാലങ്ങളിൽ നൽകുന്ന വിഷയങ്ങൾ പ്രാവർത്തികമാക്കുക.
പ്രസിഡന്റ് നൽകുന്ന ധനകാര്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് നൽകുന്ന വിഷയങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതും ആരുടെ ചുമതലയാണ്? ധനകാര്യ കമ്മീഷന്റെ ചുമതലയാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്ന സഹായ ഗ്രാന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകുന്ന വിഹിതത്തെക്കുറിച്ചുള്ള വസ്തുതകൾ, ധനകാര്യ വിഷയങ്ങളിൽ പ്രസിഡന്റ് കാലാകാലങ്ങളിൽ നൽകുന്ന വിഷയങ്ങൾ, ഇതിന്മേലെല്ലാം തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ്? ധനകാര്യ കമ്മീഷനാണ് ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. ഇനി ഈ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. പ്രസിഡന്റിന് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് പ്രസിഡന്റാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. ഓക്കെ, അംഗങ്ങൾ 5 അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അംഗങ്ങളെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റാണ്. അംഗങ്ങളെ നിയമിക്കുന്നത്, ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പ്രസിഡന്റിനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഈ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ് പാർലമെന്റിൽ സമർപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഈ പറയുന്ന ധനകാര്യ കമ്മീഷന്റെ ശിപാർശകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 281 കേട്ടോ. ശിപാർശകൾ, ധനകാര്യ കമ്മീഷന്റെ ശിപാർശകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 281. ഈ ധനകാര്യ കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഉപദേശ രൂപത്തിൽപ്പെട്ടതാണ്. അതായത് ഒരു അഡ്വൈസ് ആയിട്ടാണ് നൽകുക. പക്ഷേ ധനകാര്യ കമ്മീഷൻ നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ അത് കേന്ദ്ര സർക്കാർ ഒരിക്കലും എന്താണ് പാലിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ധനകാര്യ കമ്മീഷന് പല നിർദ്ദേശങ്ങളും വയ്ക്കാം. പക്ഷെ അത് കേന്ദ്ര സർക്കാർ പാലിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ തള്ളാം. അങ്ങനെയുള്ള ഒരു തീരുമാനം അത് കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ കേന്ദ്ര സർക്കാർ ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും എടുക്കണമെന്നില്ല, പാലിക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം ചോദിച്ചാൽ ജവഹർ വ്യാപാർ ഭവൻ, ജവഹർ വ്യാപാർ ഭവൻ, ടോൾസ്റ്റോയി മാർഗ്, ന്യൂഡൽഹി. ടോൾസ്റ്റോയി മാർഗ്, ന്യൂഡൽഹി ആണ് ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം. ജവഹർ വ്യാപാർ ഭവൻ, ടോൾസ്റ്റോയി മാർഗ്, ന്യൂഡൽഹി. ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് KC നിയോഗി. KC നിയോഗിയാണ് ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. അദ്ദേഹത്തെ നിയമിച്ചത് 1951 അദ്ദേഹത്തിന്റെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ 1952 മുതൽ 57 വരെയാണ് കാലാവധി. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചാൽ, അതായത് ഈ ധനകാര്യ കമ്മീഷനിൽ ഇപ്പൊ ചെയർമാന്റെ കാലാവധി തീർന്നു കഴിഞ്ഞിട്ടല്ല നമ്മൾ പുതിയ ഒരാളെ നിയമിക്കുക. കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഒരാളെ നിയമിച്ചു വയ്ക്കും. ഓക്കെ, എന്നിട്ട് മറ്റേ അംഗത്തിന്റെ കാലാവധി കഴിയുന്ന സമയത്ത് ഉടനെ തന്നെ അടുത്തയാൾ കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരാളുടെ കാലാവധി ഇപ്പോൾ തീരാനായിട്ട് പോവുകയാണ് എന്നുള്ളൊരു ഘട്ടം വരുന്ന സമയത്ത് ഒരു കൊല്ലമൊക്കെ ഇനിയുണ്ട്, പക്ഷെ തീർന്നിട്ടില്ല, പക്ഷെ തീരാനായിട്ട് പോകുന്നു, അടുത്ത വർഷം തീരുമെന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ എന്ത് ചെയ്യാണ്? ഒരാളെ തീരുമാനിച്ചു വയ്ക്കും, നിയമിച്ചു വയ്ക്കും. എന്നിട്ട് അയാളുടെ കാലാവധി കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഇയാളെ ഉടനെ തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാലാവധി പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമല്ല പുതിയ ആളെ നിയമിക്കുന്നത്. ധനകാര്യ കമ്മീഷനിൽ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ പുതിയൊരാളെ നിയമിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ KC നിയോഗിയെ നിയമിച്ചത് 1951 കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ 52 മുതൽ 57 വരെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ, നിലവിലേതും പഠിക്കണം, കഴിഞ്ഞതും പഠിക്കണം കേട്ടോ, കാരണം ഇപ്പം മാറിയതാണ്. അപ്പോൾ 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ് ആയിരുന്നു. NK സിംഗ്. ഇപ്പൊ നിലവിൽ 16ാമത് ധനകാര്യ കമ്മീഷനായിട്ട് ചെയർമാനായിട്ട് ആര് വന്നിട്ടുണ്ട്? പുതിയ അപ്പോയിന്റ്മെന്റ് ആണ് അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NK സിംഗ് ആണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് അരവിന്ദ് പനഗരിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചിരിക്കണം.
ഇനി നമുക്ക് സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം കേന്ദ്രം ഏതായിരുന്നു? കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചത് ആർട്ടിക്കിൾ 280 സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243 ആർട്ടിക്കിൾ 243 പറയുമ്പോൾ ഏകദേശം ഒരുപോലെ ഉണ്ട് അല്ലേ? ആർട്ടിക്കിൾ 243 ആർട്ടിക്കിൾ 243 സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളെ എങ്ങനെയാണ് നിയമിക്കുന്നത്? ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ഓരോ 5 വർഷം കൂടുന്തോറും പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനായിട്ട് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ആരാണ് രൂപീകരിക്കുന്നത്? ഗവർണറാണ് രൂപീകരിക്കുന്നത്. അവിടെ രൂപീകരിക്കുന്ന ആരായിരുന്നു? കേന്ദ്രമായിരുന്നപ്പോൾ പ്രസിഡന്റ് ആയിരുന്നു. സംസ്ഥാനമായതുകൊണ്ട് തന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കുന്നത് ഗവർണറാണ്. എത്ര വർഷം കൂടുമ്പോഴാണ്? ഓരോ 5 വർഷം കൂടുമ്പോഴും. അതായത് കാലാവധി എന്ന് പറയുന്നത് 5 വർഷം തന്നെയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷം തന്നെയാണ്. ഇനി ഇതിലെ കമ്മീഷനിലെ ഘടന, അതുപോലെ തന്നെ അംഗങ്ങളുടെ യോഗ്യത, ഇതെല്ലാം നിർണ്ണയിക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. അവിടെ പാർലമെന്റാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അല്ലെ? യോഗ്യതയൊക്കെ തീരുമാനിക്കുന്ന പാർലമെന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ കമ്മീഷന്റെ ഘടനയും യോഗ്യതയുമെല്ലാം തീരുമാനിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ കമ്മീഷന്റെ ശുപാർശകളും റിപ്പോർട്ടുകളും എല്ലാം സമർപ്പിക്കുന്നത് ആരാണ്? അത് ഗവർണർക്കാണ് സമർപ്പിക്കുക. ഗവർണർക്ക് കേട്ടോ, ഗവർണർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പിന്നീട് ആ റിപ്പോർട്ട് ഗവർണറാണ് എന്ത് ചെയ്യുക? സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്ക് സമർപ്പിക്കുക. ഇനി ഇവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് എന്ന് പറഞ്ഞു. ഗവർണറാണ് പിന്നീട് നിയമനിർമ്മാണ സഭയിൽ സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്, ഒന്ന്, സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുക. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആയതുകൊണ്ട് സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി എന്താണെന്നുള്ളത് വിലയിരുത്തുക. രണ്ടാമത്തെ ചുമതല, സംസ്ഥാന ഗവൺമെന്റിനും പ്രാദേശിക ഗവൺമെന്റുകൾക്കും ഇടയിലുള്ള വരുമാന വിതരണം പരിശോധിക്കുക. സംസ്ഥാന ഗവൺമെന്റിനും പ്രാദേശിക ഗവൺമെന്റിനും ഇടയിലുള്ള വരുമാന വിതരണം എന്ന് പറയുന്നത് പരിശോധിക്കുക എന്ന് പറയുന്നതും ആരുടെ ചുമതലയാണ്? ധനകാര്യ കമ്മീഷന്റെ ചുമതലയാണ്. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും ഇടയിലെ വരുമാന വിതരണം കേട്ടോ. ഗ്രാമീണ മേഖലയിൽ എന്തുണ്ട്? പ്രാദേശിക ഗവൺമെന്റുകളുണ്ട് അല്ലെ? ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും അതുപോലെ തന്നെ എന്താണ് നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളും തമ്മിലുള്ള വരുമാന വിതരണം അവ അവലോകനം ചെയ്യുന്നതും ആരുടെയാണ് ചുമതല? സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചുമതലയാണ്. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ല എന്ന് ഉറപ്പുവരുത്തുന്നതും സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ വിഷയമല്ല എന്ന് ഉറപ്പുവരുത്തുന്നതും സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഈ വരുമാനവും നികുതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് 2 ആർട്ടിക്കിളും കൂടെ ഓർത്തിരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 292. എന്നാൽ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 293 ആണ് കേട്ടോ. 292ഉം 293ഉം ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 292. സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 293 എന്ന് പറയുന്നത്. ഇനി കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് PM എബ്രഹാം ആണ് കേട്ടോ. PM എബ്രഹാം ആണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിലവിൽ ആരാണ്? നിലവിൽ ആറാമത് നിലവിൽ ആരാണ് ധനകാര്യ കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
SM വിജയാനന്ദാണ് കേട്ടോ. SM വിജയാനന്ദാണ് നിലവിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. കാലാവധി നമ്മൾ പറഞ്ഞു 5 വർഷമാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ PM എബ്രഹാം ആ കാലഘട്ടം എന്ന് പറയുന്നത് 1994 ഏപ്രിൽ 23 ആദ്യമായിട്ട് എന്ത് വരുന്നത്, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1994 ഏപ്രിൽ 23. അപ്പോൾ 1994 PM എബ്രഹാം ധനകാര്യ കമ്മീഷനായിട്ട് ചെയർമാനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇവരെ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്ക് എന്ന് ചോദിച്ചാലും ആർക്ക് തന്നെയാണ്? ഗവർണർക്ക് തന്നെയാണ്. അപ്പോൾ കേന്ദ്രം ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും പ്രസിഡന്റിനാണ്, സംസ്ഥാനം ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും ആർക്കാണ്? ഗവർണർക്കാണ് സമർപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. വളരെ കുറച്ച് പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളൂ. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നോട്ട്സ് റെഡിയാക്കിയിട്ട് തന്നെ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, പ്രസ്താവന രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുള്ള PYQ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്